മാറിപ്പോയതാ. പക്ഷി. ഓർക്ക വായിക്കും. ഇത് ആദ്യത്തെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിച്ചത് അർജുൻ വേണ്ടി ഞാൻ ആലോചിക്കുന്നത് ഈവൻ വിജയ് ദേവറിന്റെ ഏത് പുരാണം സിനിമയുടെ പേരാണ് പറയണത്. മലയുണ്ട്. ഋതിക് റോഷൻ. എനിക്ക് കിട്ടി. അയ്യോ, വർണ്ണത്തിൽ ആശങ്ക. ഹൃദയം. ആരുടെയാ? കുറച്ചേരം അഭിനയിക്കട്ടെ എന്ന് വിചാരിച്ചു. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അർജുൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് സമാധാന പുസ്തകം എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ട് വി ആർ സിറ്റി വിൽസൺ, ദിലീപേട്ടൻ, ട്രിനിറ്റി ആൻഡ് യോഹാൻസ്, 4 പേർക്കും വെൽക്കം. ജീവിതത്തിൽ ആദ്യമായിട്ട് വായിക്കുന്ന ഒരു പുസ്തകം ഒരു ഭയങ്കര ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യം വായിക്കുന്ന വല്ല ടെക്സ്റ്റ് ബുക്ക് വല്ലായിരിക്കും. അതല്ലേ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും. അക്ഷരമാലയൊക്കെ അങ്ങനെ ആയിരിക്കും. എന്തോ ആലോചിച്ചോടെ കളിക്കുടുക്ക, മഞ്ചാടി. അതന്നെ ബാലരമയൊക്കെ എന്റെ ഓർമ്മയിലുള്ള ചെറുപ്പത്തില് വായിച്ചേക്കുന്നത്. ജീവിതത്തിൽ കരിയർ ബ്രേക്ക് ആയ എന്തെങ്കിലും ബുക്ക് ഓർമ്മകളുണ്ടോ? ഞാൻ ആദ്യമായിട്ട് സീരിയസ് ആയിട്ട് ഒരു പുസ്തകം വായിക്കുന്ന അൽക്കെമിസ്റ്റാണ് വായിക്കുന്നത്. അന്ന് പറഞ്ഞിട്ട് വായിക്കണം എന്നുണ്ട്. സിനിമയിൽ സ്റ്റാർട്ട് ചെയ്ത ടൈമില് എല്ലാരും ഒരുപാട് സിനിമയില് ഉള്ള എല്ലാരും തന്നെ വായിച്ചേക്കുന്ന പുസ്തകമാണ്. എനിക്ക് വായന ഭയങ്കര ബോറം പരിപാടി. എനിക്ക് പറ്റില്ല. ഭയങ്കര എനിക്ക് അത്രയും ക്ഷമയുണ്ടായിരുന്നില്ല. പക്ഷെ ആരെങ്കിലും ഒരു ബുക്കിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞ് ഇത് വായിക്കണമെന്ന് പറഞ്ഞ് ഇരുന്ന് വായിക്കുക. അല്ലാതെ തേടി പിടിച്ച് പോയി വായിക്കുന്നതാണെങ്കിൽ ഒരു ശീലമില്ല എനിക്ക്. അതാണ് ആദ്യമായിട്ട് വായിക്കുന്നത്. പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഈ സമാധാന പുസ്തകം എന്ന് പറയുന്ന ടൈറ്റിലൊക്കെ ഒരു ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ. നമ്മള് പുതിയതായിട്ട് കാണുന്ന ഒരു കാര്യം അല്ലെങ്കിൽ കാണുന്ന ഈ സിനിമ ട്രെയിലർ വന്നപ്പോഴും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളത് ആളുകൾക്ക് മൊത്തത്തിലാണ്. നിങ്ങൾക്ക് കഥ കേൾക്കുമ്പോ ആ ഒരു തോട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു ഫ്രഷ് പരിപാടി ചെയ്യാൻ പോകുന്നതിന്റെ? അല്ല, എനിക്ക് ഒരുപാട് ഫ്രഷ്നെസ് ഫീൽ ചെയ്തിരുന്നു. നമുക്ക് ഒരുപാട് നൊസ്റ്റു ഫീൽ റിലേറ്റബിൾ ആയിരുന്നു. അല്ലാണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കടന്നുപോയി ഒരുപാട് ഇൻസിഡൻസ് കൃത്യമായിട്ട് ശിഷ്യൻ എന്നോട് ആദ്യം ചോദിച്ചത് കുറച്ച് അനുഭവങ്ങൾ പകർന്നു തരാമോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ ജീവിതത്തിൽ കുറച്ച് അനുഭവങ്ങൾ പകർന്നു തരാമെന്നാണ് രവീഷ് ആദ്യമായിട്ട് ചോദിച്ചത്. ദിലീപേട്ടനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അനുഭവങ്ങൾ കോമ്പിനേഷൻ ഇല്ല. ഞാൻ സ്കൂളിലല്ല, ഇത് സ്റ്റുഡൻസ് ആണ്. ഞാൻ സ്കൂളിലല്ല. ശ്രീലക്ഷ്മിയുടെ ഇതില് യോഹാനും ദിലീപേട്ടനും പാസ്റ്റിലും ഞാൻ ശ്രീചേട്ടനും പ്രസന്റിലും. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ കണ്ണ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യങ്ങളാണ് യോഹാന്റെ പെണ്ണി. ഷാൻചേട്ടനാണെങ്കിൽ കണ്ണാണ് എപ്പോഴും നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണല്ലോ ഈ കണ്ണ് ഭയങ്കരമായിട്ട്. എല്ലാരും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കണ്ണാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അവര് പറയും കണ്ടാ കറക്റ്റ് അച്ഛനെ പോലെ ഇരിക്കുന്ന അതേ പറയാറുള്ളൂ. എടുത്ത് അങ്ങനെയൊന്നും പറയാറില്ല. അത് ഇന്നാണ് ഇന്റർവ്യൂസ് ഒക്കെ എടുക്കാൻ പറയുന്നത് കണ്ണ് കറക്റ്റ് അച്ഛനെയാണ്, കണ്ണ് കറക്റ്റ് അച്ഛനെയാണ്. എന്താ പറഞ്ഞ ആക്ച്വലി ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ജസ്റ്റ്
അപ്പൊ പറഞ്ഞു നീ പോയി അടിച്ചു കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പയ്ക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ടീമാണ്, ജുവാൻചോല് വർക്ക് ചെയ്തായിരുന്നു. അപ്പം അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ ആയിരുന്നു. അതുകൊണ്ട് അപ്പൊ പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ല, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്, ഈ അഭിനയിക്കുമ്പോൾ ആദ്യം മിമിക് ചെയ്യാണ്ടിരുന്നാ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കിട്ടത്. മിമിക്കുന്ന പരിപാടി അത് പറഞ്ഞു തന്നെ ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ഇന്നാളെ പോലെ ആക്ട് ചെയ്യണം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു അവരൊരു സിറ്റുവേഷൻ എന്തായാലും പറഞ്ഞിരുന്നു ഷോട്ടിന് മുമ്പ്, അങ്ങനെ നീ അത് ആക്ട് ചെയ്യും, അത് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിരിക്കുന്നത് അത് കറക്റ്റ്. അല്ലെങ്കിൽ രവീഷ് ചേട്ടൻ സത്യം പറഞ്ഞ ചേട്ടന്റെ കൂട്ടായിരുന്നു, ഡയറക്ടറിന്റെ ആ ഒരു ജാട ഒന്നും ഉണ്ടായിരുന്നില്ല. രവീഷ് ചേട്ടൻ എപ്പോഴും കറക്റ്റ് അല്ലെങ്കിൽ യോഹൻ അതൊന്നും കൂടി ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്ത് നോക്കെന്ന് പറയും. പിന്നെ അമ്മയുണ്ട്, അമ്മ എപ്പോഴും ഉണ്ടാവും സെറ്റില്, അമ്മയെ പറഞ്ഞു. അല്ല 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 അലക്സേവിയർ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. A+ എന്നുള്ളൊരു എഡ്യൂക്കേഷണൽ ആപ്പിന്റെ ഹെഡാണ് പുള്ളി. അത് എന്താണെന്ന് പറഞ്ഞ സിനിമ കാണുമ്പോ മനസ്സിലാവും. നമ്മൾ ഈ കൂടെ അഭിനയിക്കുന്നവരുടെ ഭയങ്കരമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവരിൽ നിന്ന് ടേക്ക് അവേസ് ഉണ്ടാവുമല്ലോ, ഈ കൂടെ അഭിനയിക്കുമ്പോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ. അപ്പൊ നമ്മള് പുതുതായിട്ടൊരു മൊത്തത്തിലൊരു ഫ്രഷ് സെറ്റിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഫസ്റ്റ് നോട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറുകൾ? ഏത് സിനിമയാണെങ്കിലും ഇപ്പൊ പരിചയമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും പരിചയമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും ഒരു ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ ഒരു എന്താ പറയുക, ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിലേക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കും ടീമായിട്ട് ചെല്ലായി കഴിഞ്ഞാൽ പിന്നെ പുതിയതോ പഴയതോ അതൊന്നുമില്ല. നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി ഒരുമിച്ച് ഒരു ടീമായിട്ട് നമ്മളൊരു ജേർണി പോണ പോലത്തെ പരിപാടിയാണ്. അത്രയും ദിവസം 30 to 45 days ഒരുമിച്ച് ഒരു ക്രൂ പോലെ അല്ലെങ്കിൽ കുടുംബം പോലെ എന്ന സിനിമ ചെയ്യുന്ന പരിപാടിയാണ് സാധാരണ ഉണ്ടാകും. ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നമ്മളിപ്പോൾ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ കൂടെ അല്ല, അല്ലാതെ ഇതിന് ചുറ്റും നടക്കുന്ന ഒരു ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഈ പ്രോസസ്സിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ സിനിമകളും സംഭവിക്കുന്നത് പുതിയതോ പഴയതാണെങ്കിലും നമ്മൾ ലേൺ ചെയ്താലേ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ദിവേട്ടന്റെ ക്യാരക്ടറെ കുറിച്ച് ഇപ്പൊ ഞാൻ ഡയറക്ടറോട് പറഞ്ഞ ഇതാണ് ശരിക്കുള്ളൊരു ക്യാരക്ടർ, ഇത്രയും നാളും ഈ പറഞ്ഞ കണ്ടിട്ടുള്ളതൊക്കെ വേറൊരു കൈൻഡ് ഓഫ് വേഷങ്ങളെ, കുറച്ചുകൂടെ വില്ലൻ കൈൻഡ് ഓഫ്, ഇതിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഹ്യൂമർ പരിപാടികളൊക്കെയാണെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ടുകൾ എന്തായിരുന്നു? ഇല്ല, ഇതിന് നമ്മൾ ഇൻപുട്ട് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കാരണം ഞാൻ പറഞ്ഞു നേരത്തെ എനിക്ക് ഒരുപാട് നൊസ്റ്റു ഫീൽ ചെയ്തൊരു കഥയാണ്. ഞാൻ കണ്ട കുറെ കഥാപാത്രങ്ങൾ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ട കുറെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഞാൻ കടന്നുപോയ കുറെ അനുഭവങ്ങൾ ഇതൊക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് ഇതിലൊന്നും ഞാൻ ചെയ്ത കഥാപാത്രം ഇതിലത്തെ ശ്രീലക്ഷ്മിയുടെ അച്ഛനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു അമ്പലം കമ്മിറ്റി പ്രസിഡന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇഷ്ടമായി അന്നും ഇന്നും ഒക്കെ കാണുന്ന കഥാപാത്രങ്ങളാണ്. അപ്പൊ അവരെയൊക്കെ മനസ്സിലേക്കൊക്കെ ഒന്ന് കൊണ്ടുവന്നു എന്ന് വെച്ചിട്ട് വേറെ അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്കൊരു തയ്യാറെടുപ്പിനൊന്നും ആവശ്യമില്ല. പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, എപ്പോഴും എനിക്ക് എൻ്റെ ഒരു ചെറുപ്പ കാലഘട്ടത്തിലേക്കാണ് ഇത് എപ്പോഴും എന്നെ കൊണ്ടുപോയിരുന്നത്. അപ്പൊ നമുക്കൊരു ചെറിയ അന്താക്ഷരി കഴിയാം. അപ്പൊ യോഹാനിന്റെ ആക്ട് ചെയ്യുന്നൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഞാൻ അന്താക്ഷരി. അപ്പൊ ഇങ്ങോട്ട് പറയാം, ഇങ്ങോട്ട് വരണം. അപ്പൊ സിനിമയുടെ പേര് ഇന്നാക്ട് ചെയ്ത് ഇവരെ കൊണ്ട് പറയിപ്പിക്കണം. രാംഷാജാണോ? അത് അന്താക്ഷരിയല്ല. രണ്ട് ഏകദേശം ഒരേ മൈക്ക് മൈക്ക് സൗണ്ട് വേണ്ടല്ലോ. ഓ സൗണ്ട് വേണ്ടല്ലോ. വായിക്കുന്ന ഓർക്ക വായിക്കും സിനിമ കണ്ടിട്ടില്ല. അത് കുഴപ്പമില്ല. എത്ര വേർഡുണ്ട്? 2 വേർഡ്. എനിക്ക് സ്കൂൾ ഷൂട്ടിന്റെ ടൈമിലൊക്കെ അപ്പൊ 2 words. 2 words.
സംസാരിക്കുന്നത്? ഏത് സംസാരിക്കും. ഭാഷയാണോ സംസാരിക്കുന്നത്? മലയാളം. മലയാളം മൂവിയാണോ? മലയാളം 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 വേർഡാണെന്നാണ് ഉദ്ദേശിച്ചത്. രണ്ടെണ്ണം. സിനിമയുടെ പേരാണ് പറയണത്. മലയുണ്ടായത്. മലയാളം മലൈ. ഉണ്ടോ? മലയാ മലയും കുഞ്ഞ് ഇല്ല. മലയ മലയ മലയാളം 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 ഉണ്ട് സിനിമയില്. ഒരു വേർഡ് മലയാളമാണോ? രണ്ട് വേർഡില്? ആ മലയാളി സ്വാഗതം. മാമനോ വണക്കോ? അതാണ് മലയാളി മാമനോ വണക്കോ. ഞാൻ ഒരു സാധനം കാണിക്കാവേ. ചേട്ടാ സാധനം കാണിക്കാം. മുറിച്ച് ആ വെറുതെ നാലോ 4 വാക്ക്. അല്ലല്ലേ ഒന്നാമത് പക്ഷി ആ പക്ഷി. പറവ കാക്ക. കാ ഏ കാ 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 സ്ക്രീൻ. കറക്റ്റ് പോസ്റ്റർ കാസ്റ്റു അക്ഷരം പീസ് ഡയറക്ഷൻ ആണെന്ന് രവീഷ് കാര. കര കര. കാര. കാ ആ ക്രാ. രണ്ടാമത്തെ കായാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക. രണ്ടാമത്തെ വീട് റൂഫ് കുടുംബം ചിന്ന വീട് ആ വീടിന്റെ മലയാളം വീടിന്റെ ഹിന്ദി ഇംഗ്ലീഷ് ഹൗസ് കാക്ക ഹൗസ് ഹൗസ് രണ്ടാമത്തെ വാക്ക് ഹൗസ് ഹൗസ് ആണ്. ഓക്കേ. മലയാളമല്ലേ സിനിമ ആണോ ഹൗസ് ആ. മൂന്നാമത് ഊത ബ്ലോ ഊ ഈശ്വര ഹൗസ് ഇതൊക്കെ എങ്ങനെ കാണിക്കുന്നതാ നാലാമത്തെ വാക്ക് വി വാ ആ വാ വി വാ വി വി വി. കഹൗസ് എന്തായിരുന്നു കഹൗസ് ഊവ നാലെണ്ണോ? ഇതൊക്കെ എങ്ങനെ കാണിക്കും ഉടൻ വിൽപ്പനയ്ക്ക്. ആ ആ എന്ത് ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്? ഓ കണ്ണിയ ഇരുന്നോ ഇരുന്നോ ഇരുന്നോ. ആവേശം വന്നു. ഞാൻ പറഞ്ഞു. ഇത് പേര് വരെ അറിയത്തില്ല എനിക്ക് ക. ക വെച്ച് തുടങ്ങുന്നത്. ആ ആ കേരള കേരള ഹൗസ് ആ കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്. ഓ കേരള ഇവിടെ കാണിച്ചപ്പോ ഇതല്ല ഇങ്ങനെ കേരള. നിങ്ങൾ റൂം എന്നൊക്കെ പറയില്ലേ? റൂം ഒരിക്കലും പറയില്ല. ടൈൽ പറയില്ല. എനിക്ക് മനസ്സിലായി. അത് ഞാൻ പറഞ്ഞെ. ആക്ടർ കിട്ടുന്നുണ്ട്. അതേപോലെ അല്ല പങ്കെടുക്കുമ്പോൾ ഭയങ്കര സെറ്റ് ഇത് ഭയങ്കര എളുപ്പം. ഓക്കെ. 3 വേർഡ്. മൂന്നാമത് പറയാൻ പോണോ? മൂന്നാമത്തെ ആദ്യത്തെ ഫസ്റ്റ് പറയാൻ പോണം. എന്തായിരുന്നു അത്? എന്താ സംഭവിച്ചത്? 3 വേർഡ് ഉണ്ട്. ഇപ്പൊ എന്താ കാണിച്ചല്ലോ? ഇപ്പൊ കാണിച്ചാൽ കണ്ടില്ല. പൂത്തിരി അതെങ്ങനെ കാണിക്കും ഇതെന്താ ഇത്? എങ്ങനെ കാണിക്കാനുണ്ടാവും സമയമുണ്ട്, എടുത്തോ. അക്ഷരം ആ ഇനി അവിടെ നിന്ന് എടുക്കും. അക്ഷരം മുമ്പ് വലിയ കാണിക്കാവോ പിന്നെ അതിന്റെ പേര് പറഞ്ഞാൽ പോരെ. 3 വേർഡ് ഉണ്ട്. 3 വേർഡ് മലയാളമാണോ? 3 വേർഡ് മലയാളമാണ്. നടൻ നടിയൊക്കെ അറിയോ? നീ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടും കൂടിയില്ല ഞാൻ ഇത് നിങ്ങളെല്ലാം കേക്കത്തില്ലാത്തതാ തന്നെ കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല. ക്ലാസിക് മലയാളം സിനിമയാണ്. ഓക്കെ അപ്പം കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ. 3 വേർഡ് ഉണ്ട്. അല്ല എന്തായാലും അക്ഷരം കാണിക്കാൻ ആ, മുറിച്ച് മുറിച്ചൊക്കെ ചെയ്യ്. വരും. ആദ്യത്തെ വാക്ക് ഞാൻ എങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നു എടാ സാധനങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ള സ്പ്ലിറ്റ് കാണിക്കും. ആ പെയിന്റിംഗ് ആണ്. മൂൺ. മൂണാണോ? മൂൺ. ചന്ദ്രൻ.
ചന്ദ്രേട്ടാ. ചന്ദ്രേട്ടൻ എവിടെയാണ് ചന്ദ്രേട്ട സുമൃത്ത ചന്ദ്രേട്ടൻ മുഖത്തേട്ടൻ ചന്ദ്ര ചന്ദ്രലേഖയാണ്. ചന്ദ്ര ചന്ദ്രൻ ഉണ്ടോ? ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലാണോ? എല്ലാ സീസൺ തന്നെയാ പറയുന്നത്. ഇത് ആദ്യത്തെ ഉദ്ദേശിക്കുന്നത് ഇത് കാണിച്ച് ചന്ദ്രൻ ഉദിച്ചു. ഇത് ഉദിച്ചതായിരുന്നോ? ഇതാണ് ഇങ്ങനെ വിഷയം. ഞാൻ അഭിനയിക്കണല്ലേ? ഞാൻ വെറുതെ അഭിനയിക്കാറില്ല, കാശ് ചേട്ടാ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി പറയണേ. മലയാളം, ഹിന്ദി. മാറിപ്പോയതാ. ആരുടെയാ? കേട്ടിട്ടുണ്ടോ? എത്ര രണ്ടെണ്ണം ഉണ്ട്. ആ ഒരു വാക്കുണ്ട്. ഫസ്റ്റത്തെ പറയാൻ പോവാ. സമാധാന പുസ്തകം, മഞ്ഞ ലൈറ്റ്, മഞ്ഞ ബൾബ്, മിന്നി, സ്റ്റാർസ്, മിന്നാമിനിങ്, കളേഴ്സ്. കളറ് ഓരോ കളർ പറയാം. മലയാളം കളേഴ്സ്, നിറം, നിറം, ചായം, വർണ്ണം, വർണ്ണം, വർണ്ണക്കാഴ്ച. വർണ്ണമാണ് ഫസ്റ്റ് വാക്ക്. വർണ്ണം, കുറച്ച് കുറച്ചുകൂടി വിളിക്കാം. രണ്ടാമത്തെ അവസാനം പറയാം. ചിന്തിക്കുക, ആലോചിക്കുക, ശരി, എന്താ ചെയ്യണ്ടത് ആലോചിക്കാൻ തിരിച്ചു. ചെയ്യാ, അടുത്തത് തിങ്കിങ്, ആലോചിക്കുക, ആലോചിക്കുക, അടുത്തത് എന്താ ചെയ്യേണ്ടത്? ആലോചിക്കുന്ന പ്രോസസ്. വർണ്ണം, ചിന്തിക്കുന്നു, വർണ്ണം, ചിന്തം, ആലോചന, കുറച്ചുകൂടെ വീണ്ടും. ആലോചനയാണോ? ആലോചനയുടെ ബന്ധമുണ്ട്, ഉണ്ട്. വർണ്ണം, വർണ്ണം ഫുൾ അല്ല, വർണ്ണത്തിന് കഴിഞ്ഞിട്ട് എന്തോ ഉണ്ട്. അയ്യോ, നടന്നെന്ന് പറയോ? ആരാ ഉള്ളതെന്ന് അറിയാവോ? ആരാ? പഴയ സിനിമയാണോ? ഈയിടെ ചെറിയ സിനിമയാണോ? നടി ആരെന്നറിയോ? ഒരു ക്ലൂ തരാം. അതെ അതെ വേണ്ട, ഞാൻ പറയാൻ പറ്റുള്ളൂ. അല്ലല്ല, ചാക്കോച്ചനോ? ചാക്കോച്ചനോ? വർണ്ണം. ആ, രണ്ടാമത്തെ വർണ്ണം എനിക്ക് കിട്ടി. അയ്യോ, വർണ്ണ്യത്തിൽ ആശങ്ക. ഞാൻ ശങ്ക കാണിക്കാൻ വരായിരുന്നു ഇങ്ങോട്ടേക്ക് ഇരിക്കണോ, അപ്പത്തേക്കും പറഞ്ഞു. ലേറ്റസ്റ്റ് ആണോ? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു. തെലുങ്കാന തെലുഗു മലയാളം പടമല്ലേ തെലുങ്ക് പേരുള്ള? ഇംഗ്ലീഷ് പേര് പദം തെലുങ്കിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ മലയാള സിനിമ അല്ല ഇത്? മലയാള സിനിമ അല്ല, തെലുങ്ക് മൂവിയാണ്. പുഷ്പ, ധീര, അമ്പ്, ഡേവിഡ് ആൻഡ് ഗോലിയത്താണോ? തെലുങ്ക്. അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് ആ സാധനം ഇടുന്നത്. രണ്ട് വാക്കുണ്ട്. രണ്ട് വാക്കുണ്ട്. ഓക്കെ. രണ്ടാമത്തെ വേർഡ് മലയാളമാണോ? രണ്ടും തെലുഗാണോ? രണ്ടും ഇംഗ്ലീഷ് ആണോ? രണ്ടും ഇംഗ്ലീഷ് ആണോ? ഓക്കെ. ആര് നടന്നാരാ? അല്ലു അർജുൻ ആണോ? പണ്ടത്തെ സിനിമയാണ്. അല്ലു അർജുൻ വേറെ തെലുങ്ക് നടന്നോ? വിജയ് ദേവരക്കൊണ്ടയാണോ? വിജയ് ദേവരക്കൊണ്ടയാണോ? ഫാമിലി സ്റ്റാർ, ഗീതാ ഗോവിന്ദം. അയ്യോ, മറ്റേ പുള്ളി ഇതായിട്ടെന്തോ
ഇതെന്തായിരുന്നു അത്? അതൊന്നും വേണ്ട, അത് വിട്ടളഞ്ഞേക്കും. വിജയ് ദേവരക്കൊണ്ട വേറെ സിനിമ വിജയ് ദേവരക്കൊണ്ട അതിന് ഏതാ ചെയ്തത്? റീസെന്റ് ഒന്നാണോ? ഫാമിലി സ്റ്റാർ ഗീതകമെന്ന് എനിക്ക് ഓർമ്മയുള്ളൂ. എടാ നീ ഇങ്ങനെ അർജുൻ അർജുൻ റെഡ്ഡി ആണോ? അർജുൻ റെഡ്ഡിയാണോ? എനിക്ക് ആർക്കും പറഞ്ഞോ കഴിഞ്ഞ അർജുൻ റെഡ്ഡി അല്ലേ? ആ അർജുൻ റെഡ്ഡിയാണോ? അപ്പൊ ഇതെന്തോ അമ്മ ഇത് ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണോ? ഞാൻ ചോദിച്ചത് അർജുൻ പറ്റി റെഡിലാണെങ്കിൽ അത് ഞാൻ ആലോചിക്കുന്നത് ഈ ഇവൻ വിജയ് ദേവരന്റെ ഏത് പുരാണ ഇങ്ങനല്ലേ കാണിച്ചു? ഞാൻ ഡേവിഡ് ആ സാധനം ഇല്ലേ? അതാ ഞാൻ വിചാരിച്ചേ. അമ്മ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ? അർജുൻ റെഡ്ഡി ഒക്കെ വലിയ ഇഷ്ടമെന്നുള്ളതാണ് എളുപ്പത്തിൽ മനസ്സിലാൻ പാടില്ല. ആ ഇത് ചേട്ടൻ ചെയ്യും, ഞങ്ങൾ കാണിക്കാം. ഞാൻ പറയാം അല്ല ബാക്കിയുള്ളവർ ഗസ് ചെയ്യും. രവീഷണം പറ. ഒരു പേര് ഇത്തിരി കട്ടിയുള്ള കൊടുക്കും, ടഫ് ആയിട്ടുള്ള കൊടുക്കണേ. കട്ടിയുള്ള കൊടുക്കുന്നത് കുറെ ബുദ്ധിമുട്ട് ചെയ്ത് ഓടെ വിൽപ്പനയ്ക്കോ? ടഫ് കൊടുക്ക്. വായിക്കൊള്ളാത്തവരെ വാക്ക്. ഋതിക് റോഷൻ. ഹിന്ദി സിനിമയാ? മലയാള സിനിമ. മലയാള സിനിമ ഋതിക് റോഷൻ ഇല്ലല്ലോ. ഇംഗ്ലീഷാണ്. ഹിന്ദി സിനിമ. ഹിന്ദി സിനിമയാണ്. മലയാളം. തെലുങ്ക. മലയാളം. ഞാനും ഋതിക് റോഷൻ മലയാളത്തിലാണ് അഭിനയിച്ചത്. ഇല്ല ഋതിക് റോഷൻ മലയാളത്തിലാണ് ഇല്ല അഭിനയിച്ചിട്ടില്ല. ഋതിക് റോഷൻ ഡബ് ചെയ്തോളാം. റോഷൻ മാത്രം മതിയോ? അല്ല, റോഷൻ മാത്രം മതി. അല്ല, ഋതിക് മാത്രം ഋതിക് മതിയോ? റോഷൻ മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ലല്ലോ. ഋതിക് ഇതെന്തോ വെളിഞ്ഞിരിക്കുന്നു. ആ ഋതിക് ഏത് കാണിക്കാൻ പറ്റില്ല. ഋതിക് എന്ത് ചെയ്തു? ആ ഋതിക് എന്ത് വെച്ചു? ഒതുങ്ങി സ്ലിം ആയത്. ആ ഋതിക് റോഷൻ ആ കഹോനാ പ്യാർ ഹൈ. ഋതിക് റോഷൻ ഉണ്ട്. ഇതെന്തുവാ? ഋതിക് മാത്രം മതിയോ? റോഷൻ മാത്രം മതിയോ? ഋതിക് മാത്രം മതി. ആ ഋതിക് മാത്രം മതി. ആ ഋതിക് റോഷൻ. ഹാ മാത്രം മതിയോ? ഹ്രീ മാത്രം മതി. ഹ്രീ മാത്രം മതി. ഓക്കെ ഹ്രീ എത്ര എണ്ണം ഉണ്ട്? ഇതെന്തുവാ? പാട്ട്, സംഗീതം, ശാസ്ത്രീയ സംഗീതം, ക്ലാസിക്കൽ മ്യൂസിക്, സരിഗമ പാഗമ, താളം, താളം, ഹ്രീ താളം, ഹ്രീ താളം. മനസ്സിലായി. ഹൃദയം. ഹൃദയവും താളവും ഉണ്ടോ? അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? ഹ്രീ ഉണ്ട്, താളവും ഉണ്ട്. പിന്നെ പിന്നെ ഹ്രീതാ കഴിഞ്ഞ എന്താ? ഹ്രീതാ കഴിഞ്ഞ എന്താ? എന്താ ഹൃത എല്ലായിരുന്നോ? ആരുടെയാ? മിന്ന പറ്റില്ല. ഹൃദാണോ? ഹൃദയമാണോ? ഹൃദു. ഋതു ആണോ? ഋതു. ഋതു സിനിമ കുറച്ചേരം അഭിനയിക്കട്ടെ എന്ന് വിചാരിച്ചാ. ഞാൻ ഹൃദ്യമാണെന്ന് വിചാരിച്ചു.
അല്ല വേണ്ടി ഋതിക് റോഷനോ വെറുതെ ഋതിക് റോഷനോ ഇത് പറഞ്ഞപ്പോ ഋതു മനസ്സിലായി. കുറച്ച് നന്നായിരുന്നു, അല്ലേ? നന്നായിരുന്നു. കൊള്ളായിരുന്നു. വിശ്രമങ്ങളിലാണ് നമുക്ക് സെറ്റിൽ ഇങ്ങനത്തെ എന്തെങ്കിലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. ഉണ്ടായിരുന്നു, Drum shots ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ടാവും. ഞങ്ങളുടെ സമയത്ത് പിന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പാട്ട് പാടും. എന്താ ഞാൻ ഡ്രം ഷാറ്റ്സ് കളിക്കും, സാറ്റ് വരെ കളിച്ചിട്ടുണ്ട്. അവിടെ കുറെ സ്ഥലം ഉണ്ടല്ലോ. ഞങ്ങൾ ആലുവ സെറ്റിൽമെന്റ് സ്കൂളിലാണെങ്കിലും ക്രൈസ്തവ മംഗളാണെങ്കിലും 2 സ്കൂളിലും ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ സാറ്റ് കളിച്ചിട്ടുണ്ട്, ഈ ഡ്രം ഷാറ്റ്സ് കളിച്ചിട്ടുണ്ട്, സിനിമ പേര് കളിച്ചിട്ടുണ്ട്. സമയം പോവാൻ കുറെ സമയം ഉണ്ടല്ലോ നമുക്ക്. അവരുടെ ഇവരുടെ എടുക്കുവാണെങ്കിൽ നമുക്ക് സമയം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പം ഡയറക്ടറിനെ കർക്കശക്കാരൻ ഡയറക്ടറാണ്. ഓയ്യോ തീർച്ചയായിട്ടും എന്താ പറയാ മുത്താണ്. മുത്താണ്. അതാണ് കറക്റ്റ് രവിചേട്ടൻ മുത്താണ്. പോയോ? പോയോ? രവിചേട്ടൻ മുത്താണ്. അതെ, ഞങ്ങളുടെ എല്ലാമാണ്. ഞങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി തന്ന രവിശേഖരാണ്. ഇപ്പൊ എന്റെ ഫസ്റ്റ് മൂവി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ സെറ്റില് ഭയങ്കര കാമൻ പീസ്ഫുൾ ആണ്. എല്ലാവരും അവരുടെ കംഫർട്ട് സ്പേസിലാണ്. അപ്പം നമ്മളും അതിനകത്തേക്ക് അങ്ങ് ഇൻക്ലൂഡ് ആവുക. നല്ല രസമായിരുന്നു. നല്ല സെറ്റ്, ലൊക്കേഷൻ എല്ലാം. ആ ഒരു മാസം, ഞാൻ 1 മാസം ഫുള്ളില്ലായിരുന്നു. ഞാൻ പോയ അത്ര സമയം അടിപൊളിയായിരുന്നു. സെറ്റില് ഞങ്ങളുടെ ഫാസ്റ്റില് അത്രയ്ക്ക് കളി അമൽ സഖാന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുന്നൊരു സരിഗമയിലൊക്കെ ഉള്ള സെക്കൻഡ് അടിച്ചില്ലേ? സെക്കൻഡ് തോന്നുന്നു. നല്ല പാട്ടാ. ഉഗ്രം പാട്ടായിരുന്നു. അപ്പൊ പുള്ളി അമനെ കൊണ്ട് എപ്പോഴും പാടിപ്പിക്കും. ഒരു സ്പീക്കറും പടുത്തി പാടിയിട്ടുണ്ട് അമൻ സഖാ. എപ്പോഴും പാടിക്കും. ഒരു സ്പീക്കറും മൈക്രോഫോണും കൊണ്ടിട്ട് ബ്രേക്കിന്റെ സമയത്ത് പാടും. അതുകൊണ്ട് തന്നെ ഞാനും ശ്രീലക്ഷ്മിയും അമൻ സാക്കയും ഞങ്ങളെല്ലാരും കൂടി ഒരുമിച്ചൊക്കെ പാടിയിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ കളിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ജൂലൈ 19 സിനിമ റിലീസ് ആകുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു ട്രെയിലറിലും ടീസറിലും ഈ അനൗൺസ്മെന്റിലും. അപ്പോ ആ ഫ്രഷ്നെസ് തിയേറ്ററിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. വലിയൊരു വിജയമാവട്ടെ സിനിമ. അപ്പൊ എല്ലാ ആശംസകളുണ്ടായിരുന്നു. താങ്ക് യു ഫോർ ദ ടൈം. വളരെ എല്ലാവർക്കും കൂടെ തരുന്നോ പണി. എനിക്ക് അർജുൻ റെഡ്ഡിയുടെ കിട്ടിയില്ല. അർജുൻ റെഡ്ഡി ഇച്ചിരി ടഫ്. അപ്പോ താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു.